ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണോ? ഞാൻ എന്നും ഇങ്ങനെയല്ലേ ചോദിക്കുന്നത്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണോന്ന്. പക്ഷെ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുവല്ല എന്ന് ഈ ഒരു 2 ആഴ്ച കാലം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ട് അതിലോട്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാനും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കോണ്ടാക്ട് നമ്പർ വെച്ചിരുന്നു. പക്ഷെ അതേ ലോട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടല്ല ആൾക്കാരാരും വിളിക്കുന്നത്. അതായത് ആൺ പെൺ ഭേദമന്യേ സർവരും വിളിക്കുന്നത് എന്നെ കിട്ടണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ചിലരാണെങ്കിൽ എനിക്കറിയാൻ പാടില്ല, ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം 1000, 10,000, ചിലർ പറയുന്ന 50,000 ഒക്കെയാണ് നമുക്ക് പ്രതിഫലം തരുന്നത്. ചേച്ചി എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണം, ഞങ്ങളുടെ ഈ പ്രശ്നം ഒന്ന് മാറ്റി തരണമെന്ന് പറയുന്നത്. ചിലർ പറയുന്നു നമ്മുടെ വീട്ടിലേക്ക് വെള്ളം വരുന്നു, വെള്ളപ്പൊക്കമുണ്ട്, അത് എന്തെങ്കിലും ചെയ്തിട്ടാണ്. ചിലർക്ക് കല്യാണം നടക്കാഞ്ഞിട്ടാണ്, വീട് പണി പെൻഡിങ്ങിൽ കിടന്നിട്ടാണ്, മക്കൾക്ക് പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല, അതുപോലെ കല്യാണം കഴിച്ച് വിട്ട മകൾ കുടുംബത്തിൽ പ്രശ്നമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. 100 പേരെ എടുത്താൽ 98 പേർക്കും പ്രശ്നമാണ്. 2 പേർക്ക്, അതിലെ 2 പേർക്കും വിരളമായിട്ട് മാത്രമേ സന്തോഷമുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യർക്കും സന്തോഷവും സമാധാനവും ഇല്ലെന്ന് വളരെ ദുഃഖത്തോടെ ഞാൻ തിരിച്ചറിഞ്ഞൊരു സമയങ്ങളാണ് ഈ 2 ആഴ്ച. എനിക്ക് വളരെയധികം സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പല വീഡിയോയിലും പല രീതിയിലും പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സന്തോഷം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. നമ്മളുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളത് മനസ്സിലിട്ടിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ രോഗിയായി തീർന്നിട്ട് നമ്മളെ കൊണ്ട് ഒന്നിനും കഴിവില്ലാത്തവരായി പോയിട്ട് എന്താ പ്രയോജനം? നമ്മൾ ഒരു ദിവസമേ ജീവിച്ചുള്ളതിലും എന്ത് വന്നാലും നേരിടാനായിട്ടുള്ളൊരു പവർ, ഒരു തൻ്റെടം നമുക്ക് വേണം. അല്ലാതെ ഈ തൻ്റെടവും പവറും ആണുങ്ങൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല. ഇതെന്തും വരട്ടെ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുന്നിടത്ത് നമ്മുടെ പ്രശ്നങ്ങൾ പകുതി തീരും. അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും വിഷയങ്ങളിൽ അവർ പറയുന്നത്, എനിക്ക് ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ എത്രയോ പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിരുന്നു, ഞാൻ പ്രശ്നം പരിഹരിക്കുന്ന ഒരാളല്ല, എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും നോക്കാനും ഒക്കെ എനിക്കറിയാം. ഇവിടെ എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നോക്കുന്നില്ല എന്നും പറഞ്ഞ് ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോയും ചെറിയ ചെറിയ ടിപ്പുകളും മാത്രമേ പറഞ്ഞു തരുവുള്ളെന്ന് ഞാൻ വളരെ വിശദമായിട്ട് 1 വർഷം മുമ്പ്, 7 മാസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇവിടെ പുള്ളിക്ക് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുകയോ എടുക്കുകയോ ചെയ്യുന്നത് താല്പര്യമില്ല. എന്നിട്ടും ഞാൻ എൻ്റെ ഈ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന സിമ്മയിലോട്ട് എൻ്റെ അമ്മോ ഇന്ന് തന്നെ ഒരു 10-100 കോളല്ല എനിക്ക് വന്നേക്കുന്നത്. എൻ്റെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കാരണം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിക്കുന്നത് 500 കോളാണെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് വിളിക്കുന്ന 117 കോളാണ്. ആ ഒരവസ്ഥയിലോട്ടെത്തി. എന്താ ഈ പ്രശ്നങ്ങൾ? നമ്മൾ തന്നെ പരിഹരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഭൂരിപക്ഷവും നമ്മുടെ ജീവിതത്തിലുള്ളത്. അല്ലാതെ നിങ്ങൾ ഒരിടത്ത് പോയി ഓടിയിട്ട് അവിടെ എനിക്ക് കാര്യം നടന്നില്ല, അവരെ എനിക്ക് വിശ്വാസമില്ല, അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്ന കാര്യം ഞാൻ ചെയ്തിട്ട് എനിക്കത് ഫലവത്തായിട്ടില്ല, ഇനിയും ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതൊന്നുമല്ല. നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക, കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ പരിധിയിൽ നമ്മൾ തന്നെ കൺട്രോളിൽ നിൽക്കുക. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വീണ്ടും ഒരു കാര്യം പറയാം, ഞാൻ ഇതിനൊന്നും ആളല്ല. കാരണം ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ എൻ്റെ ചേട്ടായി, ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിരുന്നു. പണ്ട് അത് ഇപ്പോഴെൻ്റെ അടുക്കൽ വന്ന് കുറേ പേര് ചോദിച്ചേക്കുന്നു, പണ്ട് നിങ്ങൾ തമിഴ്നാട്ടിലൊരു ജോലിസൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരു സ്വാമിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇങ്ങനെ ജോലിക്ക് പോകാൻ മടിയായിട്ട് മുടിയും നഖവും കൂടെ ആ പുള്ളി എന്തോ ചെയ്തിട്ട് ആ പയ്യൻ ജോലിക്ക് പോയിട്ട് പൈസ കൊണ്ട് കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ നമ്പർ ഒന്ന് തരും. അതും ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരുന്നു. ആ ജോലിസൻ പ്രായാധിക്യം കൊണ്ട് മരണപ്പെട്ടു പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചേട്ടായി അവിടെ ഉണ്ടായിരുന്നു, ഒരു 10-13 വർഷക്കാലം പുള്ളിയുടെ കീഴിലായിരുന്നു നിന്നതൊന്നും. പിന്നെ തിരിച്ചിപ്പം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ട് പുള്ളിക്ക് 2 പ്രാവശ്യം ചെറിയ സ്ട്രോക്കും കഴിഞ്ഞിടയ്ക്ക് ബൈപ്പാസ് സർജറിയും കഴിഞ്ഞിട്ട് റെസ്റ്റിലാണ്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നമുക്ക്
പുള്ളീനോട് ചോദിക്കാം. കാരണം പുള്ളീനെ ഇപ്പം നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനോ പോയി കാണാനോ പറ്റത്തില്ല. കാരണം പുള്ളിയുടെ വൈഫും മക്കളും സമ്മതിക്കില്ല. ഒരു മോള് വിദേശത്ത് ഡോക്ടറാണ് പുള്ളിയുടെ, ഒരു മോള് എഞ്ചിനീയറാണ്. അവരിപ്പം പുള്ളിക്ക് ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കത്തിൽ വല്ല പനിയോ ജലദോഷമോ ഒക്കെ വന്നിട്ടുണ്ട്, വീണ്ടും സീനാകുമായിട്ട് ആരുമായിട്ട് കോണ്ടാക്ട് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചേട്ടൻ, ഞാൻ ഒരു നിർവാഹമില്ലാത്തതിൻ്റെ പേര് ഒരു 3-4 പേരുടെ കാര്യങ്ങൾ ചേട്ടായിയുടെ അടുക്കൽ ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ച് ഓരോ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചെയ്തിരുന്നു. കാരണം അത്രമേ നമ്മൾ പൊറുതിമുട്ടി അല്ലെങ്കിൽ നമുക്ക് പ്രഷർ ചേർത്തിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. അവിടെ പോവുകയും എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വല്ലോ അത്രമേ അത്യാവശ്യക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചേട്ടായിയായിട്ട് ബന്ധപ്പെടാനായിട്ട് നേരിട്ട് പറ്റില്ല. കാരണം വൈഫ് സമ്മതിക്കത്തില്ല. കാരണം ഇപ്പം 2 അറ്റാക്ക് വന്നു, ഇപ്പം അടുത്തത് ബൈപ്പാസ് സർജറി കഴിഞ്ഞു. കഴിഞ്ഞിടയ്ക്ക് ഒരു ക്ഷീണം ചെറുതായിട്ട് വന്നിരുന്നു പുള്ളിക്ക്. അതിൻ്റെ പേരില്ല ഈ പുള്ളി ജോലിസനാണെന്നും പറഞ്ഞു പുള്ളിക്ക് രോഗം വരാതിരിക്കാനൊന്നും പറ്റത്തില്ല, പുള്ളിക്ക് മരണപ്പെടാതിരിക്കാനും പറ്റത്തില്ല. മനുഷ്യനാണെ രോഗം വരും, നമുക്ക് ക്ഷീണം വരും, തളർച്ച വരും, ഇതൊക്കെ അതിജീവിക്കുന്നവനാ മനുഷ്യന്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് അത്രമേ പിടിച്ച് നിൽക്കാൻ മേലെങ്കിൽ ഞാൻ ചേട്ടായിയുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യം പറഞ്ഞുതരാം. കാരണം എനിക്ക് നിങ്ങൾക്ക് ചെറിയ ടിപ്പോ കാര്യങ്ങളോ പറഞ്ഞു തരുന്നതിന് ഞാൻ ഒരു പീസും ഈടാക്കാറില്ല. പക്ഷെ പുള്ളി അങ്ങനെയല്ല. പുള്ളി പറയുന്ന കാര്യങ്ങൾക്ക് പുള്ളി പീസ് ഈടാക്കും. കാരണം ഞാൻ നിങ്ങളുടെ അടുക്കൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഇരുന്ന് സംസാരിച്ചാൽ പോലും ഞാൻ നിങ്ങളുടെ നിന്നൊന്നും പ്രതീക്ഷിക്കാത്ത ആളാണ്. അതുകൊണ്ട് പുള്ളി അങ്ങനെയല്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യത്തില്ല. കാരണം എനിക്ക് സമ്മതിക്കില്ല. നമ്മളൊരു ഫാമിലിയാണ്, നമ്മുടെ കുടുംബമാണ് എനിക്ക് ഏറ്റവും വലുത്. പുള്ളിക്ക് അതിനോട് താല്പര്യമില്ല. ആൾക്കാർ ഇവിടെ തിരക്കി വരുന്നതോ അന്വേഷിച്ച് വരുന്നതോ ഞാനിങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ചെറിയ ചെറിയ ടിപ്പുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒരുപാടുള്ളവർ ഞാൻ ഇന്നിപ്പി പറയുന്ന കാര്യം ഒന്ന് ചെയ്തോണം. നമ്മുടെ ചെത്തിയുണ്ട്, ചെത്തി പലതരമുണ്ട്. മരുന്ന് ചെത്തിയുണ്ട്, അശോക ചെത്തിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വയലറ്റ് കളറുള്ള പൂവുള്ളത് ഇറങ്ങിയിട്ടുണ്ട്, മഞ്ഞപ്പൂ ഉള്ളതുണ്ട്, ലൈറ്റ് റോസ് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഈ ചെത്തികളെല്ലാം നിങ്ങളങ്ങ് വിട്ടേരെ. തനി റെഡ് കളറുള്ള ചെത്തിയുണ്ട്, കൊടച്ചെത്തി അല്ലെ അശോക ചെത്തി എന്ന് പറയും. ഇങ്ങനെ കൊട ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് മോണക്കിരിക്കും. ആ ചെത്തി ഇവിടെ ഒരു തണ്ട് നിങ്ങൾ എടുക്കുക, നല്ല മൂത്ത തണ്ട്. അതായത് നമ്മൾ കുഴിച്ചു വെച്ചാൽ മുളയ്ക്കുന്ന സൈസ് ഒരു തണ്ട് നിങ്ങൾ എവിടുന്നെങ്കിലും കൊണ്ടുവരിക. അതായത് ഞാൻ പ്രത്യേകം പറയാം, നിങ്ങളുടെ ബന്ധു വീട്ടിൽ നിന്ന് കൊണ്ടുവരരുത്. അതുപോലെ തന്നെ ഈ ചെത്തി എടുക്കുന്ന വീട്ടിൽ നിന്ന് തുളസി തൈ എടുക്കരുത്. തുളസിയും പല രീതിയിലുണ്ട്, അറിയാലോ. രാമതുളസിയുണ്ട്, അതുപോലെ തന്നെ മരുന്ന് തുളസി സെപ്പറേറ്റ് ഉണ്ട്, കൃഷ്ണ തുളസിയുണ്ട്, ഒരുപാട് ഐറ്റം തുളസിയുണ്ട്. തുളസിയുടെ ഉപയോഗം നിങ്ങൾക്കറിയാം. അതായത് മരുന്നിന് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അമ്പലങ്ങളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതാണ്, മാല കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നു. കല്യാണ സമയത്ത് തുളസി മാല ഇട്ട് കല്യാണം കഴിക്കുന്നു. ജലദോഷവും പനിയും വരുമ്പം തുളസി ഇട്ട് കഷായം കഴിക്കുന്നു. ജലദോഷത്തിന് തുളസി നീരും പനിനീരും ഉള്ളിനീരും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുന്നു. ചുമയൊക്കെ പിടിച്ചു കെട്ടിയോണ്ട്. അതുപോലെ തുളസി നീരും ചുമന്നുള്ളി നീരും കൂടെ ചേർത്ത് മൈഗ്രെയിനും തലവേദനയ്ക്കും നമ്മൾ തേക്കുന്നു. തുളസി ഒഴിച്ചു കൂട്ടാൻ മേലാത്ത സാധനമാണ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ബന്ധുവീട്ടിൽ നിന്ന് തുളസി എടുക്കാൻ പാടില്ല. ഒരു വീട്ടിൽ നിന്ന് നമ്മൾ ഈ അശോക ചെത്തിയുടെ ഒരു കൊമ്പും എടുക്കണം. അടുത്ത വീട്ടിൽ നിന്ന് കൃഷ്ണ തുളസി, അതായത് തണ്ടിനൊരു വയലറ്റ് കളർ ഇങ്ങനെ വരും, അതിൻ്റെ ഇലയ്ക്കും അങ്ങനെ തനി പച്ച കളറല്ല. ഇത് രണ്ടും കൂടെ കൊണ്ടുവന്നിട്ട് ഇനിയിപ്പം നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വാശം നിങ്ങൾക്ക് ഇപ്പം വടക്കോട്ട് ഫ്രണ്ട് ഉള്ളവരാണെന്നും പറഞ്ഞു കുറേ പേര് വിളിച്ചു. തെക്കോട്ട് ഞങ്ങളുടെ ദർശനം തെക്കോട്ടാന്ന് പറഞ്ഞു. ഇപ്പം തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോ കിഴക്കോട്ടോ ദർശനം എവിടെ ആയിക്കോട്ടെ, ഇപ്പം ഞാൻ ഈ പറയുന്നവർക്ക് നിങ്ങളൊരു 10 ചൂടുകട്ട മേടിച്ചിട്ട് ഒരു തുളസിത്തറ പോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കെട്ട്, ഇത് സിമെൻറ്റും ആണെങ്കിലും ഒന്നും വെച്ച് കെട്ടണ്ട, ഒന്ന് ചുമ്മാ ഒരു ഇങ്ങനെ കട്ട പിറക്കി വെച്ച് ഒരു ചതുരപ്പെട്ടി പോണക്കാക്കുക. അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ മണ്ണ് നിറയ്ക്കുക. മണ്ണ് നിറച്ചേച്ചും കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പോയി ഈ ചെത്തിക്കമ്പും ഈ തുളസിയെയും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ ഒന്നിച്ചൊരു കുഴിയിൽ വേണം കുഴിച്ച് വെക്കാനായിട്ട്. അതായത് നമ്മുടെ ദർശനം ഫ്രണ്ടാണ്, നമ്മളിങ്ങനെ തിരിഞ്ഞിങ്ങനെ ഇറങ്ങുമ്പം നമ്മുടെ വലത്തു ഭാഗത്തായിട്ട് വേണം ഈ തുളസിത്തറ നമ്മൾ റെഡിയാക്കാനായിട്ട്. തുളസിത്തറയായിട്ട് നിങ്ങൾ കെട്ടണ്ട, അവിടെ നിങ്ങൾ നിലവിളക്ക് കത്തിക്കണ്ട, തിരി കത്തിക്കണ്ട, ഒന്നും വേണ്ട. നിങ്ങളിങ്ങനെ കെട്ടുക. കട്ട മാത്രം പിറക്കി അടുക്കി വെച്ചൊരു ഹോൾ പോണക്കാക്കിയിട്ട് മണ്ണ് നിറച്ചിട്ട് നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് പോയി തുളസി ഒരു വീട്ടിൽ നിന്ന് എടുക്കുക, അശോക ചിത്തിയുടെ കമ്പ് ഒരിടത്തു നിന്ന് കൊണ്ടുവരിക. എന്ന് വെച്ചിട്ട് ഈ മണ്ണ് നിറച്ചെടുത്ത് നിങ്ങൾ കൊണ്ടുവരുന്ന എന്ത് കാണിക്കണമെന്ന് ഞാൻ പറയാം. 2 കുഴി അടുപ്പിച്ച് ഒന്നിച്ചൊരു കുഴിയല്ല, ഇതേ ഇങ്ങനെ ഒരു കുഴി ഇവിടെയാണ്, സ്വല്പം തൊട്ടടുത്ത് തന്നെ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു കുഴി മാന്തി വയ്ക്കുക. എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാം,
ഓരോ രൂപ കോയിൻ ആ കുഴിയിലേക്ക് ഇട്ടേക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്ന അന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ തലേദിവസം തൊട്ട് നോയമ്പായിരിക്കണം. പിറ്റേ ദിവസം നിങ്ങൾ ഇത് ചെയ്യുക. 3 ദിവസം നോയമ്പെടുത്തിട്ട് ചെയ്താൽ ഏറ്റവും നല്ലത്. ഇന്നത്തെ കാലത്ത് നോയമ്പൊക്കെ എടുക്കാൻ എല്ലാവർക്കും മടിയാണ്. നമ്മുടെ ആവശ്യം ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്താൽ നമുക്കിതൊന്നും ഒരു മടിയും നിങ്ങൾ വിചാരിക്കേണ്ട. 3 ദിവസത്തെ നോയമ്പ് ഏറ്റവും നല്ലതാണ്. ഇനി അത് പറ്റാത്തവർക്കാകട്ടോ ഞാൻ ഈ പറഞ്ഞ തലേ ദിവസം നോയമ്പ് നിന്നിട്ട് പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് വേണം ചെയ്യാനായിട്ട്. അതായത് നമ്മൾ വിളക്കോ തിരിയോ കത്തിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുക. ഓരോ രൂപ കോയിൻ 2 കുഴിയിലും ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കാൻ ഇത്രയും കാലം ശ്രമിച്ചിട്ട് നടക്കാതിരുന്നത്, ആ കാര്യം മനസ്സിലോർത്ത് ഇത് രണ്ടും നിങ്ങൾ ഈ കോയിൻ്റെ പുറത്തോട്ട് ലേശം മണ്ണ് തൂളിയേച്ചിട്ട് ഇത് രണ്ടും കുഴിച്ച് വെക്കുക. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തളിച്ച് വെള്ളം കുടഞ്ഞു പോവുക. അങ്ങനെ എന്നും രാവിലെയും വൈകിട്ട്, ഇപ്പം മഴയുണ്ടായിക്കോട്ടെ, നിങ്ങൾ ഓർക്കും മഴയുണ്ടല്ലോ ഇനിയും വെള്ളം, അതൊന്നും നിങ്ങൾ വിചാരിക്കരുത്. മഴയുണ്ടേലും വെയിലാണേലും എപ്പോഴാണേലും രാവിലെയും വൈകിട്ട് നമ്മൾ ശുദ്ധവൃത്തി വരുത്തി വെച്ചിട്ട് അതിപ്പോൾ ഓടിച്ചെന്ന് കുളിക്കണോ എന്നല്ല പറഞ്ഞ, കൈയും വായും മുഖവും കാലും കഴുകിയിട്ട് നമ്മൾ ഈ തുളസിക്കും ചെത്തിക്കും വെള്ളം തിളയ്ക്കണം. അപ്പം അഥവാ ഇത് ഉണങ്ങിപ്പോയാൽ, ഇത് രണ്ടും ഉണങ്ങിയാൽ, അല്ലെങ്കിൽ ഒന്നേ ഉണങ്ങിയുള്ളൂ, എങ്കിലും എന്ത് ചെയ്യണം? ഇത് രണ്ടും വീണ്ടും നമ്മൾ കുഴിച്ചു വെക്കണം. ഉണങ്ങാതെ നിന്നു, അടുത്തത് ഉണങ്ങി, ഒരു തുളസി ഉണങ്ങിയില്ല, ചെത്തി ഉണങ്ങിയുള്ളൂ എന്ന് പറഞ്ഞാൽ ചെത്തിക്കമ്പ് മാത്രം കൊണ്ടുവയ്ക്കരുത്. ഈ ഉണങ്ങിപ്പോയ കൊമ്പെടുത്ത് ദൂരെ കളയുക. അതുപോലെ തന്നെ മറ്റേ ആ നിൽക്കുന്ന തുളസിയുടെ അടുത്ത് തന്നെ വേണം അടുത്ത തുളസി തേയും കൂടെ വയ്ക്കാൻ. അടുത്ത ചെത്തി അപ്പുറേ വയ്ക്കുക. അപ്പം വേറെ കോയിൻ അതിൻ്റെ ചോട്ടിൽ നിങ്ങൾ ഇടണ്ട. ആദ്യം വിട്ട കോയിൻ മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്ന് വെച്ചിട്ട് വീണ്ടും ഉണങ്ങിപ്പോയാൽ ഇത് ചെയ്യുക. അങ്ങനെ 3 പ്രാവശ്യം അടുപ്പിച്ച് ഈ തുളസി ആയാലും ചെത്തിയായാലും ഉണങ്ങിപ്പോയാൽ എന്ത് ചെയ്യണം? ഇത് മൊത്തം നട്ട് മുളച്ച് നിൽക്കുന്നതും കൂടെ നമ്മൾ എടുത്ത് മാറ്റുക. മുളച്ച് നിൽക്കുന്നത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് വീണ്ടും ഒന്നേൽ നമ്മൾ ഇതേ രീതിയിൽ നിങ്ങൾ തുടങ്ങുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം കുടുംബത്തിൽ എന്തൊരു പ്രശ്നമായിക്കോട്ടെ നിങ്ങളുടെ നടന്നു കിട്ടും എന്നുള്ളത് ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.